ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദീപാവലിയായിട്ട് ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫുള്ള് എല്ലാം ക്ലീനാക്കി ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, മേലും താഴേലും എല്ലാം. പിന്നെന്താ, അനിയൻ്റെ മോളാണ്, അവരിന്ന് വന്നതാണ്, വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. അതൊക്കെ ചിരാതൊക്കെ കത്തിക്കൽ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതാ മോനും വൈഫും ഭാവിയെല്ലാം ഉണ്ട്, പിന്നെ അമ്മ ഉണ്ട്, എൻ്റെ അമ്മ ഉണ്ട്, അതേമാതിരി അനിയൻ്റെ വൈഫും കുട്ടികളും പിന്നെ ഏട്ടൻ്റെ മോളും എല്ലാവരും കൂടെയാണ് പോയത്. വഴിയരികിൽ നിറച്ചും വാഹനങ്ങൾ, കാറും ബൈക്കും, ജനങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത മാതിരി. നമ്മളൊരറ്റത്ത് വണ്ടി കാറ് വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്, പിന്നെ അങ്ങനെ നടന്ന് പോകുന്നതാണ്. ഒന്ന് ബലിതർപ്പണം കൂടിയായിട്ട് അതിനും വന്ന ആൾക്കാരുണ്ട്. പിന്നെ വരക്കക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസം എന്തായാലും എല്ലാവരും വരുമല്ലോ. അപ്പം എല്ലാം കൂടെ ബ്ലോക്കായ മാതിരി റോഡും ജനങ്ങളും വണ്ടിയായിട്ട് നമ്മളിങ്ങനെ നടന്നത് ആ ക്ഷേത്രത്തിലെത്തി. എങ്ങനെ ഇവിടെ നമ്മൾ തൊഴാൻ വേണ്ടി പോകുന്നതാണ്. ഇങ്ങനെ തൊഴുത് എല്ലാം വന്ന് അമ്പലത്തിനുള്ളിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ അതാ കുറേ ഡോളെല്ലാം ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ അനിയൻ്റെ മോള് ഇങ്ങനെ കണ്ടിട്ടത് വേണമെന്ന് പറഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചെറിയ കുഞ്ഞുവാവക്കും ഒന്ന് വാങ്ങിച്ച്, ഇത്ര മോൾക്കും ഒന്ന് വാങ്ങിച്ച്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡോളെല്ലാമാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡോളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നോക്കി, കുട്ടികളെ മാതിരി ഇങ്ങനെ നോക്കി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മറ്റേതാ ഇത്ര മോൾക്ക് മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ എന്താ നല്ല രസമുണ്ട് കാണാൻ. കുട്ടി നല്ലോണം കൈയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഫുള്ളായിട്ട് ഇടുക. അതാണ് ഇത്ര മോള്, അനിയൻ്റെ മോളാണത്. വീഡിയോയിലെല്ലാം ചിലപ്പം കാണാറുണ്ട്. അത് കയ്യിൽ ഇങ്ങനെ ഉള്ളം കയ്യിൽ ഫുള്ളായിട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഇടാനായപ്പോൾ അതിൻ്റെ അച്ഛൻ പറഞ്ഞ് ഇനി വേണ്ട, അത് മതി, അത്ര മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തി വെച്ചതാണ്. അങ്ങനെ എന്താ ക്യൂട്ടായിട്ട് ഉണ്ട്. നമുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട് കൈ, നല്ല രസമാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ഓരോന്നുണ്ടാവും. ഓരോ കുട്ടികൾ ഇങ്ങനെ മോളിങ്ങനെ പറയുന്നുണ്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോളും മറ്റേ ഇതിൻ്റെ മൂത്ത മോളും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതൊക്കെ വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അങ്ങനെ കുറേയെല്ലാം വാങ്ങിക്കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് കുറേ നടന്നിട്ട് വിശന്ന് പോയി. പിന്നെ നമ്മളിതാ ചോളം പുഴുങ്ങിയത് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ അവർ പുഴുങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ട്. അവരിങ്ങനെ ഇതിൻ്റെ തോലൊക്കെ പോക്കിയിട്ട് ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുങ്ങി അത് വാർത്തി വെച്ചിട്ട് പിന്നെ അതാ മുളകും ഉപ്പൊക്കെ തേച്ച് നമുക്ക് അതിൻ്റെ ആ തോടിൻ്റെ അകത്ത് തന്നെയാണത് ചൂടുണ്ടാവുമല്ലോ, തോടിൽ തന്നെ ഇട്ടിട്ട് വെച്ച് തരുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം പിന്നെ മുളകിടാത്താണ് കൊടുത്തത്, നമ്മളൊക്കെ മുളക് തേച്ചതാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവർക്കും അത് വാങ്ങി. പിന്നെ അതാ എല്ലാവരും കഴിക്കുകയാണ്. ഇത്ര മോളെ ചേച്ചിയാണ്, ചാരുതയാണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അവിടെ ഒരു പൂള് മാതിരി ബീച്ചിലുണ്ട്, വട്ടോട് ബീച്ചിൽ. അങ്ങനെ അവിടെ ഇതാ കളിക്കുന്ന ബോട്ടും കുട്ടികളൊക്കെ കളിക്കുകയാണ്, കുട്ടികളും വലിയവരൊക്കെ. പിന്നെ എന്താ ഒരു സംഭവം അത് ഇങ്ങനെ വീർപ്പിച്ചിട്ട് അതിൻ്റെ അകത്തുകൊണ്ട് കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വരാൻ തോന്നാത്ത മാതിരി നമുക്ക് കുറേ കണ്ട് നിന്ന് നല്ല രസമായിരുന്നു ഇതൊക്കെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ബലിയിടുന്നിടത്ത് പോയി നിന്ന്. അവിടെ ബലിയിടുന്നൊക്കെ കാണാൻ മാത്രമുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്, പല ഭാഗത്തുനിന്ന് വന്നവർ. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് ബീച്ചിൽ വന്നിരിക്കുകയാണ്. അമ്മയാണിത്, ഏട്ടൻ്റെ മോളാണിത്. ഇങ്ങനെ നമ്മളിതാ അവിടെ ഇരുന്ന് കുറേ ആൾക്കാരെല്ലാം നമ്മളെ അടുത്തെല്ലാം വന്ന് ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിലും എന്തൊക്കെയോ ഉണ്ട്, ഇതാ കളിക്കുന്നവർ. ഇതൊക്കെ ആയിട്ടാണ് കുട്ടികളും പോകുന്നത്. കോഴിയുമായിട്ടുണ്ട് സംഭവം കുട്ടീൻ്റെ കയ്യിലുണ്ട്. അതാ ഇടക്കോഴിയാണെന്നും പറഞ്ഞിട്ട് എന്തെല്ലോ കുട്ടി കളിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്.
അങ്ങനെ കുറേ സമയം നമ്മളിവിടെ ഇരുന്ന് പിന്നെ നമ്മളിവിടുന്ന് എണീറ്റ് പോകാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും വാങ്ങാൻ നിന്നില്ല. നമ്മളിവിടെ സ്ഥലം വിട്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് കാണാൻ മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.